മഴ ശക്തി പ്രാപിച്ചാൽ ഒറ്റപ്പെടുന്ന ഗ്രാമമാണ് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ആയാംകുടി പ്രദേശം. പ്രളയത്തെ അതിജീവിക്കാൻ ഈ പ്രദേശത്തേക്ക് പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതി പ്രകാരം റോഡ് നിർമ്മിച്ചു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ആ റോഡും ഇപ്പോൾ വെള്ളത്തിലാണ്. റോഡ് പണിത് അത് അവരൊന്നും കൂടെ അടിച്ച് താഴ്ത്തി പണിത് പൊക്കി പണിത് തരാമെന്നും പറഞ്ഞാണ് പണി തുടങ്ങിയത്. പക്ഷെ ഒന്നും കൂടെ താണു പോയതല്ലാതെ ശകലം പോലും പൊങ്ങിയില്ല. ഇപ്പം ഈ അരയറ്റം വെള്ളത്തിൽ ഈ നീന്തി പോകുന്നത്. ഞങ്ങൾക്ക് ഒരു ആശുപത്രിയിൽ പോകണമെങ്കിലും എവിടെ പോകണമെങ്കിലും ഇതിലേ പോയി പറ്റുള്ളൂ. നിർമ്മിച്ചത് അതെ ഉയർത്തി പണിത് തരാമെന്നും പറഞ്ഞാണ് തുടങ്ങിയത്. ഇപ്പോഴത്തെ ഒന്നും കൂടെ താണതല്ലാതെ ഈ ശകലം പോലും പൊങ്ങിയിട്ടില്ല. വെള്ളത്തെ അതിജീവിക്കാൻ നിർമ്മിച്ച റോഡിലൂടെ ഇപ്പോൾ വള്ളത്തിൽ വേണം സഞ്ചരിക്കാൻ. റോഡിൻ്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. മഴ കുറഞ്ഞതോടെ വെള്ളം പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ റോഡിൽ അരപ്പൊക്കമായിരുന്നു വെള്ളം. അതുകൊണ്ട് തന്നെ വള്ളം മാത്രമായിരുന്നു ഈ നാട്ടുകാർക്ക് ആശ്രയം. ചേട്ടാ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ റോഡിലാണല്ലോ. ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ റോഡിലാണ്. ഈ റോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ ഭാഗമായിട്ട് അരയോളം വെള്ളം നമുക്ക് ഈ റോഡിലുണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ദുരിതത്തിലാണ് ഇവിടുന്ന് ആയാംകുടി എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനായിട്ട്. അതിന് പകരം ഞങ്ങൾ രണ്ട് സ്ഥലത്തും ഓരോ വള്ളമിട്ട് അവിടെ ഡ്രൈവർമാരെയും വെച്ചാണ് ഇവിടുന്ന് ആൾക്കാർ വളരെ ദുരിതം ഏറിയ ഈ മഴക്കെട്ടക്കാലത്തും നമുക്ക് ആയാംകുടിയിൽ എത്താൻ സാധിച്ചത്. ഈ വള്ളം മാത്രമേ ഉള്ളൂ ഈ പ്രദേശത്തേക്ക് വരാൻ ഇപ്പോൾ ആശ്രയം? വള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാരെല്ലാം വീടുകളിൽ തന്നെ നിൽക്കുവാണ്. വെളിയിലോട്ട് ആൾക്കാർ പോകുന്നില്ല. കുറച്ച് പേരെ പോകുന്നു. കടകളിൽ പോകുന്ന ആൾക്കാർ മാത്രമേ നിലവിൽ വെളിയിലോട്ട് പോകുന്നുള്ളൂ. തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ചുറ്റുപാടും വെള്ളമുള്ള ഒരു ദ്വീപാണല്ലേ. അവിടേക്ക് നിർമ്മിച്ചതായിരുന്നു, ഈ പ്രളയത്തെ അതിജീവിക്കാൻ നിർമ്മിച്ചാണ് ഈ റോഡല്ലേ? റോഡ് പക്ഷെ അതിപ്പം പ്രളയ ഏറ്റവും അടിയിലായി. ഞങ്ങൾ ഈ റോഡ് ഉയർത്തി പണിയണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. അവരങ്ങനെ പറഞ്ഞാണ് വർക്ക് തുടങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ റോഡ് താന്നു പോവുകയും ചെയ്ത് ഇപ്പോൾ ഈ റോഡിൽ ഇത്രയും വെള്ളം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ വെള്ളത്തിലൂടെയും വള്ളത്തിലൂടെയും ഒക്കെ സഞ്ചരിച്ച് ഞങ്ങളിപ്പോൾ എഴുമാന്തുരത്തിലെത്തി നിൽക്കുകയാണ്. ഈ ദ്വീപിലിപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം, വെള്ളത്തിന് നടുവിലാണോ താമസം? വെള്ളത്തിന് നടുവിലാണ് താമസം. ചുറ്റുപാടും വെള്ളമാണ്. എല്ലാ റോഡുകളും വെള്ളത്തിലായി. എല്ലാ റോഡും വെള്ളത്തിലായി. ഞങ്ങൾ കടലിൻ്റെ നടുക്കാണ് ജീവിക്കുന്ന. ആ രീതിയിലോട്ട് അപ്പം കാര്യങ്ങൾ നടക്കണം. അപ്പം വേറൊരു മാർഗ്ഗമില്ലേ പുറത്തേക്ക് കിടക്കാൻ? പുറത്തേക്ക് കിടക്കാനായിട്ട് മറ്റൊരു മാർഗ്ഗമില്ല. ഇപ്പം ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റാതെ ഇവിടെ പെട്ട് കിടക്കുന്ന ഒരവസ്ഥയുള്ളത്. എഴുമാന്തുരത്തിൽ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് 2-3 മാർഗ്ഗങ്ങളാണുള്ളത്. പാലം കടന്ന് പോകാമെന്നുള്ളതാണ്. അതിന് പാടത്തിനോടടുത്ത് വരുന്ന ഈ റോഡുകളെല്ലാം തന്നെ ഇപ്പോൾ മുങ്ങിക്കിടക്കുകയാണ്. ഈ റോഡ് അതിനെ അതിജീവിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. പക്ഷേ ഇതും വെള്ളത്തിലാണ്. ഇവിടെ ആദ്യം ഈ റോഡാണ് ഇപ്പോൾ മുങ്ങുന്നൊരു സാഹചര്യം ഉള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് റീബിൽഡ് കേരളയിൽ പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചൊരു നിർമ്മാണം ആരംഭിച്ചൊരു റോഡുണ്ട്. അത് മുഹമ്മദ് റിയാസ് വന്ന് ഉദ്ഘാടനം ചെയ്തൊരു റോഡായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആ റോഡിൻ്റെ ഫണ്ട് അനുവദിച്ചെങ്കിൽ പോലും അതിന് വേണ്ട വിധത്തിലൊരു കോർഡിനേറ്റ് ചെയ്യുന്നതിൽ വരെ MLA അതിന് വേണ്ട വിധത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. 10-25 വർഷമായി നമ്മുടെ MLA ആയിട്ട് മോനിസ് ജോസഫ് നിൽക്കുന്നത്. എന്നാൽ വേണ്ട വിധത്തിലൊരു ഇടപെടൽ ഉണ്ടാവാതിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡുകൾ ഞങ്ങളല്ല ഈ ദുരിതം അനുഭവിക്കുന്നത്. അതായത് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ റോഡിൻ്റെ DPR തയ്യാറാക്കിയത് എവിടെയാണെന്ന് അറിയാം. അജ്ഞാത കേന്ദ്രത്തിൽ നിന്നൊരു DPR തയ്യാറാക്കുകയും എന്നാൽ ഇവിടുത്തെ ജനപ്രതിനിധികളോ നാട്ടുകാരുടെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാനോ മനസ്സിലാക്കാനോ അവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇത് വന്നിട്ടുള്ളത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതായത് അതിന് തൊട്ട് മുമ്പുണ്ടായ 2018 പ്രളയത്തിനേക്കാൾ വെള്ളം ഇപ്പോൾ ഉണ്ട്. ആ നിലയിലേക്ക് ഇത് വന്നത് ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ നടന്നപ്പോൾ ഒരു 3 ഇഞ്ചെങ്കിലും റോഡ് താന്നിട്ടുള്ളൂ. ഇത് ഉയർത്തി പണിയണമെന്നും ഈ ബണ്ട് റോഡുകൾ 2-3 സ്ഥലങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അന്ന് ഉദ്യോഗസ്ഥരെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ ചെയ്തില്ല. ചെയ്തത് പഴയ പോലെ തന്നെ അവർ ചെയ്തിട്ട് പോകും. വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ നിർമ്മിച്ച റോഡ് വെള്ളത്തിലായപ്പോൾ ഒരു നാടാണ് വെള്ളത്തിന് നടുവിൽ കഴിയുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.